സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. 30 രാജ്യങ്ങളിൽ നിന്നെത്തിയ സായുധ സേനകൾക്കും പോലീസിനുമൊപ്പം ഫ്രാൻസിസ് പാപ്പയുടെ ജൂബിലി ബലിയർപ്പണം. സായുധ സേന, പോലീസ്, സുരക്ഷാ പ്രവർത്തകർ എന്നീ വിഭാഗങ്ങളുടെ ജൂബിലി ആചരണത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ അങ്കണത്തിൽ ഞായറാഴ്ച രാവിലെ പ്രാദേശിക സമയം 10:30 ആരംഭിച്ച ദിവ്യബലിയിൽ ഫ്രാൻസിസ് പാപ്പ മുഖ്യ കാർമ്മികനായി. സമൂഹ ദിവ്യബലിയിൽ പാത്രിയാർക്കീസുമാർ, കർദിനാളുമാർ, മെത്രാൻമാർ, വൈദികർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 30,000 സ്ത്രീ പുരുഷന്മാരായ സേനാംഗങ്ങൾ റോമിലെ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുത്തു. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ വിശുദ്ധ കുർബാനയ്ക്കിടെ ആർച്ച് ബിഷപ്പ് റാവേലി മാർപ്പാപ്പ തയ്യാറാക്കിയ പ്രസംഗം വായിച്ചു. സമൂഹത്തിന്റെ ജീവിതത്തെ താറുമാറാക്കുന്ന വിവിധ തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ പോരാടുന്നതിൽ നിങ്ങൾ മുൻപന്തിയിലാണെന്നും പ്രകൃതി ദുരന്തങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾ, ദുർബലരായവരുടെ സംരക്ഷണം, സമാധാനം പ്രോത്സാഹിപ്പിക്കൽ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കുകയാണെന്നും പാപ്പയുടെ സന്ദേശത്തിൽ പറയുന്നു. സൈനികർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ധാർമ്മികവും ആത്മീയവുമായ പിന്തുണ നൽകുന്ന ചാപ്ലിന്മാരെയും സന്ദേശത്തിൽ പാപ്പ അനുസ്മരിച്ചു. നിങ്ങളുടെ അരികിൽ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം നൽകാനും നിങ്ങൾക്ക് കേൾക്കാൻ അനുകമ്പയുള്ള ചെവി നൽകാനും നിങ്ങളുടെ ദൈനംദിന സേവനത്തിൽ നിങ്ങളെ പിന്തുണയ്ക്കാനും പ്രോത്സാഹിപ്പിക്കുന്നതിന് ചാപ്ലിന്മാരെ നന്ദിയോടെ ഓർക്കുകയാണെന്ന് പാപ്പ പറഞ്ഞു. ജീവൻ രക്ഷിക്കാനും സംരക്ഷിക്കാനുമുള്ള തങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും കൈവിടാത്ത സമാധാന പ്രവർത്തകരാകാൻ ധൈര്യം കാണിക്കണമെന്ന ആഹ്വാനത്തോടെയാണ് പാപ്പയുടെ സന്ദേശം അവസാനിപ്പിച്ചത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.